ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും അടിപൊളി കിടുക്കാച്ചേരി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നേക്കുന്നത്. ടാനൊക്കെ അടിച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഇത് ഇടാം കേട്ടോ. പിന്നെ അപ്പോൾ 3 ഐറ്റങ്ങൾ മാത്രം മതി. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കാണും. അപ്പോൾ 3 ഐറ്റം കൊണ്ട് നമുക്ക് ആ ഒരു ടിപ്പൊക്കെ ചെയ്തങ്ങോട്ട് സുന്ദരിയാവും കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ ഇരുന്നാൽ മതി. എന്നിട്ട് നമുക്കത് നല്ല തണുത്ത വെള്ളം കൊണ്ട് തുടച്ചോ കഴുകിയോ ഒക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കാണാം. ഇതേ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത്. നമ്മളിതേ ജെല്ലാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഗ്ലിസറിൻ കുട്ടനെ വേണം. പിന്നെ നമുക്ക് റോസ് വാട്ടർ. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിന്ന് ഇടുന്നത് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നതെല്ലാം വേഗം ചെയ്യാൻ പറ്റുന്ന കിടുക്കാച്ച ഐറ്റങ്ങളാണ് കേട്ടോ. നിങ്ങൾ കുറുക്കുകയോ ഒന്നും വേണ്ട, നിങ്ങൾ ചൂടാക്കി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ അലോവേര ജെല്ല് നമ്മളിട്ടു ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. മുഖം നന്നായിട്ട് കഴുകിയിട്ട് മാത്രം നമ്മൾ ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. ഇനി നമുക്ക് ഗ്ലിസറിൻ കുട്ടനെ നമുക്ക് എടുക്കാം. അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കേ. ടാനൊക്കെ ഉള്ളവർ വെയിലത്തൊക്കെ പോയി പിന്നെ കരുവാളിച്ചൊക്കെ ഇരിക്കുന്ന മുഖത്തൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് കിടു റിസൾട്ടാണ് നമുക്ക് തരുന്നത്. വെയിലത്തൊക്കെ പോയിട്ടൊക്കെ നമ്മളൊക്കെ വരുമല്ലോ. ഇപ്പം പിന്നെ വെയിലില്ല, ഒരാഴ്ച കൊണ്ട് വെയിൽ കാണുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ സൂര്യനെ കണ്ടു. അതുകൊണ്ട് തന്നെ എല്ലാം ഉണക്കി പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നമുക്ക് അടുത്തത് റോസ് വാട്ടറെ. ഇതിന് കിഴുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ആവശ്യത്തിന് കേട്ടോ. കിഴുത്തേക്ക് ഇട്ട് വെച്ചിരുന്നാൽ നേരത്തെ കേട്ടോ. ചില സമയത്ത് ചിലപ്പം വീഴത്തില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ. ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുന്നതാണല്ലോ. നന്നായിട്ട് നമ്മുടെ ഇതിനകത്തായതിന് നിങ്ങൾക്ക് ഒന്നും കാണാൻ ഒക്കത്തില്ലായിരിക്കുമല്ലോ. നാളെ മുതൽ നമ്മുടെ കുപ്പിയുടെ ഉണ്ടല്ലോ, അതാകുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഞാനീ ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല കേട്ടോ. നമ്മളെന്ത് കളറ് പറയും, നമ്മുടെ ആ എന്താ അലോവേര ജെല്ലിൻ്റെയൊക്കെ കളർ തന്നെ. അതിനെന്താ കളറിന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അതിന് നമുക്ക് കളറൊന്നും പറയാനൊക്കത്തില്ല കേട്ടോ. അങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോഴും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴും നമുക്ക് പൊട്ടയ്ക്ക് ഊരി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് കളറ്. പ്രത്യേകിച്ച് ഞാൻ എങ്ങനെ പറഞ്ഞു തരാനാ, ഒന്നും പറയാനില്ല. കളർ എന്താ, നമ്മുടെ ആ അലോവേരയുടെ ജെല്ല് ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഓരോ ഡോട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുമാണ്. നല്ല കിടു റിസൾട്ട് തരുന്നതുമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളങ്ങോട്ട് മസാജൊക്കെ ചെയ്ത് ഇവനെ അങ്ങോട്ട് പിടിപ്പിക്കുക കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. ആരോ എന്നോട് ചോദിച്ചു തലയിൽ ഗ്ലിസറിൻ. കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഏതിൻ്റെ കൂടെയും മിക്സ് ചെയ്ത് നമുക്ക് ഗ്ലിസറിൻ തലയിൽ തേക്കാം കേട്ടോ. ചെയ്തിട്ടില്ലാത്ത ആരോ ആണെന്ന് തോന്നുന്നു. തലയിൽ ഗ്ലിസറിൻ നമ്മൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് യാത്രയ്ക്കൊക്കെ പോകാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ ഞാൻ ഗ്ലിസറിനെ മിക്സ് ചെയ്ത് നമുക്ക് ഡൈ ഒക്കെ ചെയ്തിട്ട് പോകാൻ പെട്ടെന്ന് നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുന്നവർക്ക്
എന്താ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകാതെ മുടി കഴുകാതെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. എന്നിട്ട് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വൈകിട്ട് നമുക്ക് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഒന്നും പേടിക്കാനില്ല. നമ്മൾ അങ്ങനെ ഡൈ ചെയ്തിട്ടുണ്ടോയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ നല്ല ടിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരോ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചിട്ടോ ഗ്ലിസറിൻ തലയിൽ തേക്കാൻ പോകണം. ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല മണമാണ് ഇത് കേട്ടോ. നല്ല മണവുമാണ്. ഇടയ്ക്ക് നമുക്ക് ഇതേമാതിരിയുള്ള പായ്ക്കുകൾ ഇട്ട് കൊടുക്കാൻ മുഖത്ത് കേട്ടോ. നമ്മളല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ എന്താ പൊടികളൊക്കെ അല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്ലിസറിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ മുഖത്തിടുന്നത് ആ കഴുത്തിലും കൂടെ ഇടാനും നോക്കണം കേട്ടോ. നല്ല തണുപ്പാണ് ഇതിന് കേട്ടോ. നല്ല തണുപ്പാണ്. നമ്മുടെ മുഖത്ത് ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് പറയത്തില്ല കേട്ടോ. ഇതൊക്കെ ഇട്ടാൽ ചിലരുടെ ഈ മൂക്കിൻ്റെ 2 സൈഡിലൊക്കെ എന്താ ഇങ്ങനെയൊക്കെ കാരമാതിരിയൊക്കെ ഇരിക്കും. എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആവി പിടിക്കും, മുഖത്ത് ആവി പിടിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ആ മൂക്കിൻ്റെ 2 സൈഡിലും കറുപ്പും വെള്ളയായിട്ട് ചില കാരകളുണ്ടല്ലോ, അതൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ നമ്മൾ എന്താ നന്നായിട്ട് ആവിയൊക്കെ പിടിച്ചാവിച്ച് ഇതൊന്നുമില്ല. അപ്പോഴതേ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് തുടച്ച് മാറ്റാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഗ്ലിസറിനും ഇതൊക്കെ നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ വാങ്ങിച്ച് വയ്ക്കാറുണ്ടല്ലോ. പണ്ടത്തെ പോലുള്ള വീട്ടമ്മമാരൊന്നും അല്ല നമ്മളൊക്കെ ഇപ്പം കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോരോ കൂടത്ര പണിയും കൊണ്ട് ജീവിക്കുക. നമുക്ക് എന്നിപ്പം പാർലറിൽ പോകാനൊക്കത്തില്ലല്ലോ. പോകുന്നവരൊക്കെ പോട്ടെ എന്നും, പക്ഷെ നമുക്കൊന്നും ഇപ്പോൾ എന്നൊന്നും പോകാനൊന്നും ഒക്കത്തില്ല കേട്ടോ. അതിനെന്താണ് നമ്മളിതൊക്കെ ഇവിടെ ഇരുന്നങ്ങ് തട്ടിക്കൂട്ടി ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിച്ച് തരികയാണ് ചെയ്യുന്നതും അതിൻ്റെ റിസൾട്ടുകളും ഒക്കെ ഒന്ന് കാണിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്കി വരുന്നതൊന്നും കളയണ്ട. നമ്മുടെ ഈ കൈയുടെ മുട്ടിൽ കറുപ്പ് വരുമല്ലോ, അവിടെയും നമുക്കിത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. 2 കൈയിലും നമുക്കിത് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മുഖത്തും ഇടാം, നമ്മുടെ കൈകളിലും ഇടാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ കൈയുടെ മുട്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. എനിക്ക് ഈ കൈയിലെക്കാട്ടിലും ഇത് ഈ കറുപ്പ് ഈ കയ്യിലായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ എന്താ ചെയ്ത് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. കയ്യിലെ കറുപ്പ് നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. അതാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. ഞാൻ തുടച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. പാത്രത്തിനകത്ത് ഇരിക്കുന്നതൊക്കെ എടുത്തോളൂ കേട്ടോ, ഒട്ടും കളയണ്ട. എങ്ങാനും നമ്മൾ കാണാതെങ്ങാനും പാത്തിരിക്കുന്നതോ അതൊക്കെ തോണ്ടി നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കരുത് കേട്ടോ. 2 കൈയിലും നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുടച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തുടർച്ചയായിട്ടും ചെയ്യണം. ഒരു ദിവസം കൊണ്ട് മാത്രം ഒന്നും നമ്മുടെ സണ്ടാനും ഒന്നും മാറത്തില്ല കേട്ടോ. ഇനി അപ്പോഴേ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. അപ്പോഴതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് 15 മിനിറ്റായി. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ കഴുകണ്ട, നമ്മളിതേമാതിരി
നല്ല എന്താ സോഫ്റ്റ് കർച്ചീഫ് വെച്ച് തുടച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ വെച്ച് തുടച്ചാലും മതി കേട്ടോ. അപ്പോഴേക്കിടു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആവും കേട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും. അപ്പോഴേ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കിടു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്നും പറ്റിയില്ലെങ്കിൽ ഒരാഴ്ച ഒരു വട്ടമെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കണേ. അപ്പോഴേ എന്താ ഇതൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോഴേ വലിയ പടും ദുരിതവും ഒന്നുമില്ല. ഇത് 3 കൂടെ എടുക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ടൊരു 15 മിനിറ്റ് ഇരിക്കുക, തുടച്ച് മാറ്റുക. അത് തന്നെ പരിപാടി കേട്ടോ. അപ്പോഴതേ നമ്മുടെ കയ്യിൽ നമ്മൾ തുടച്ചു. അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ നമ്മുടെ ഈ തുടർച്ചയായിട്ടിട്ടാൽ തന്നെ നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ആ കറുപ്പൊക്കെ മാറി കിട്ടും കേട്ടോ. അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ സുക്കുവിനെ വിളിച്ചറിയിക്കും. നമ്പരൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോഴിങ്ങനെ തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ. നല്ല ഇതേമാതിരിയുള്ള കർച്ചീഫ് എന്തെങ്കിലും എടുത്ത് തുടച്ച് മാറ്റിയാൽ മതി. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകളും ഒക്കെ മാറി കിട്ടും കേട്ടോ. ഏത് തരം പായ്ക്ക് തന്നെയാണെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഇട്ട് നോക്കേ. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരു മാറ്റമൊന്നും കിട്ടത്തില്ല കേട്ടോ. തുടർച്ചയായിട്ട് ഇട്ട് നോക്കണം എന്തു തന്നെയാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഇത് എളുപ്പ ടിപ്പായിരുന്നു കേട്ടോ. എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റിയതല്ലേ, വലിയ പാടൊന്നുമില്ല. അതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. നമുക്ക് എന്താ ഒരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മൾ വൈകിട്ട് പിറ്റേന്ന് നമുക്ക് ഫങ്ഷന്, അപ്പോഴും നമുക്ക് ആ വൈകിട്ട് തലേന്ന് വൈകിട്ട് നമുക്കിതിടാം, രാവിലെ നമുക്ക് ഇതിടാം കേട്ടോ. അപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് മുഖത്ത് നല്ല കളറൊക്കെ കിട്ടും, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കാണാം കേട്ടോ. അപ്പോഴും ചെയ്ത് നോക്കൂ. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്തൊക്കെ നോക്കൂ. എന്നിട്ട് റിസൾട്ടൊക്കെ സുക്കുവിനെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോഴേ ആദ്യമായിട്ട് സുക്കുവിനെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോഴും നമുക്ക് കുഞ്ഞു വിശേഷങ്ങളും ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാ കൂട്ടുകാർക്കും